ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാം. ഫ്രണ്ട്സ്, അങ്ങനെ 6 മാസത്തിന് ഒടുവിൽ നമ്മളെ എക്സാം ഇതാ വന്നെത്തിയിരിക്കുകയാണ്. ഹിന്ദീൻ്റെ TTC ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് അതിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല പനിയുമാണ്. പനിയും ചുമയും കോൾഡൊക്കെ ഉണ്ട്, ജലദോഷമൊക്കെ ഉണ്ട്. എന്നാലും നാളെ പരീക്ഷ എഴുതാൻ വേണ്ടി പോകണം. ഇതുവരെ ഞാൻ പോവാത്തൊരു സ്കൂളിലാണ് എനിക്ക് എക്സാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്. ഞാൻ ഇതുവരെ അതുവഴിയൊന്നും പോയിട്ടില്ല. ചാലപ്പുറം ഗണപതി സ്കൂളിൽ നിന്നാണ് എക്സാം വരുന്നത്, കോഴിക്കോട് ജില്ലയിൽ. അപ്പം നാളെ വഴി ചോദിച്ച് വേണം എനിക്ക് അവിടെ പോയിട്ട് എക്സാം എഴുതാൻ. ഇതൊക്കെയാണ് എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ. ഗദ്യ സരോവർ, പ്രതിനിധി ഏകാംഗി, പിന്നെ ഇതാ ഭൂഷണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഹിന്ദി ഭൂഷൺ. ഇത് ഫസ്റ്റ് സെമ്മിൻ്റെ ബുക്കുകളാണ്. സെക്കൻഡ് സെമ്മിൻ്റെ എനിക്ക് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കബീർദാസിൻ്റെ സൂർദാസിൻ്റെ കവിതയുള്ളൊരു ബുക്കുണ്ട്. അത് കൈപ്പശ്ശേരി മറ്റേ വീട്ടിലായിപ്പോയി. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്നായി പഠിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ പനി ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ഇങ്ങോട്ട് സെറ്റാവാൻ പറ്റുന്നില്ല. തലവേദനയ്ക്കിൻ്റെ ഇടയ്ക്ക് നല്ല തലവേദനയും ചുമയും ജലദോഷമൊക്കെ ആയിട്ട് പനിയൊക്കെ ആയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഹിന്ദി ടീച്ചർ ആവണം എന്നുള്ളത്. സ്കൂൾ പഠിക്കുന്ന കാലത്തോട്ടേ എനിക്കൊരു ആഗ്രഹമായിരുന്നു. ടീച്ചർമാരൊക്കെ എൻ്റെ അടുത്ത് ആരാവണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു ഹിന്ദി ടീച്ചർ ആവണമെന്നായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മാതൃഭാഷയാണല്ലോ ഹിന്ദി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എളുപ്പമുള്ള വിഷയമാണ് ഹിന്ദി. ഒക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇപ്പോൾ മഴക്കാലത്ത് വെള്ളമില്ലാത്തത് പൈപ്പ് പൊട്ടിപ്പോയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ തുണികളാണ്. അപ്പം നമ്മൾ തുണ്ടിൻ്റെ അടുത്ത് സുമതി ചേച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് തുണി അലക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. സുമതി ചേച്ചിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാറക്കുണ്ടുണ്ട്. മുൻപൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി തുണി അലക്കാം. എൻ്റെ കോലം നോക്കണം, എനിക്ക് പനിയാണ്. 3-4 ദിവസമായി ഞാൻ പനിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ അമ്മയും ഒക്കെ വരുന്നുണ്ട്. അമ്മ തന്നെ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് വരുന്നത്. റബ്ബർ തോട്ടത്തിൽ നല്ല ഇളം വെയിലടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ ഭാഗമാണ് കേട്ടോ ഇത്. ഞാനില്ല, എനിക്ക് നാളെ എക്സാം അല്ലേ. അപ്പം മാതാശ്രീ ഇതാ പണ്ടത്തെ ആ ഒരു വൈബായിട്ട് പോകുന്ന. പണ്ട് ഞാൻ കുഞ്ഞായപ്പോൾ അമ്മ ഇങ്ങനെയായിരുന്നു തുണി അലക്കാനൊക്കെ പോലെ. ഒരു കയ്യിൽ ഞാനും ഉണ്ടാവും, ഒരു കയ്യിൽ ബക്കറ്റും പാത്രമൊക്കെ ഉണ്ടാവും. ഓട്ടയാണല്ലോ അമ്മ, അത് ഓട്ടമുള്ള എന്തിനുണ്ടാവുക. ഇത് കണ്ടോ, ഇവിടെ മതിലിടിഞ്ഞത് ഗുഹ പോലെയായി കിടക്കുന്നു. പാച്ചും നീലും വരുന്നുണ്ടോ? പാച്ചും നീലും അച്ഛനും ഒക്കെ വരുന്നുണ്ട് പോലെ. അവിടെയൊക്കെ റബ്ബർ തോട്ടത്തിൽ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ഇങ്ങനെയായി കിടക്കുകയാണ്. നമ്മൾ കുറേ വർഷമായിട്ടോ ഇവിടെ തുണി അലക്കാനൊക്കെ പോയിട്ട്. ഇടയ്ക്ക് എൻ്റെ ആങ്ങളുണ്ട്, അവൻ പോയിട്ട് അവിടെ പോയി അലക്കി കുളിക്കും. അവൻ അവിടെ നിന്ന് തന്നെ അലക്കി കുളിക്കൽ. അവിടെയൊക്കെ മതിലിടിഞ്ഞിരിക്കുന്നത്. തെങ്ങ് ഏത് നേരം വേണമെങ്കിലും വീഴാന്നുള്ള അവസ്ഥയാണ്. ഈ മലയിലുണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെയൊക്കെ ചളിയാണ്. അയ്യോ, എന്ത് ചളിയാണപ്പാ. അങ്ങനെ കുണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇവിടെ ഒരു പാറക്കുണ്ടുണ്ട് വേറെ ഒന്ന്. ഞങ്ങൾ ചേരിക്കുണ്ട് എന്നാണ് പറയാം. പണ്ട് സുമതി ചേച്ചീൻ്റെ വീട്ടിലുള്ള ഇവിടെ ചേരി കയറുണ്ടാക്കാൻ ചേരി നനയ്ക്കലുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ തുണി അലക്കി കുളിക്കാനൊക്കെ അങ്ങോട്ട് വരലുണ്ട്. അതാണ് ഇവിടെ മൂടി വെച്ചത്. കുണ്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞങ്ങളിങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറയേ. ആ മേലെ ഭാഗത്തൂടെ ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. കൊണ്ടേ
അമ്മ വിചാരിച്ചു ഞാൻ ഇവിടുന്ന് അലക്കാണ്. ഇവിടുന്ന് അലക്കണേ ഇവിടെയൊക്കെ വൃത്തിയാക്കണം. എന്താ അവിടെ ഒരു ഓടും കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുറന്ന. ഇതാണ് നമ്മുടെ ചേരിക്കുണ്ട്. കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. ഇതിൽ എത്ര വെള്ളം ഇരുന്നിട്ടാലും അതിനനുസരിച്ച് ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ എന്നിട്ട് വെള്ളത്തിന് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ ഇലകൾ എടുത്തിട്ട് ഇവിടെ എങ്ങനെ വെച്ച് കൊടുക്കേനു. അപ്പോൾ രണ്ട് സൈഡിൽ കൂടി ഇതാ വെള്ളം ഇങ്ങനെ വരും. അതിനനുസരിച്ച് നമുക്ക് അലക്കാനൊക്കെ പറ്റും. എത്ര ആൾ വേണമെങ്കിലും ഇവിടുന്ന് അലക്കി കുളിക്കും കേട്ടോ. ഞങ്ങൾ 3-4 ആൾക്കാരൊക്കെ വന്ന് അലക്കലുണ്ട്. ഈ വെള്ളമാണ് നേരത്തെ നമ്മൾ കണ്ടത്. ചളിയാണെന്ന് പറഞ്ഞില്ലേ, മൂടി വെക്കുക. ഇവിടെ ഫുള്ള് കാടൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്താ ഇങ്ങനെ അലക്കാൻ പറ്റുമെന്നല്ലേ. ഞങ്ങളിവിടെ കുളിക്കാനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കാറുണ്ട്. എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പം ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇങ്ങനെ കാട് കയറിയതാണ്. നല്ല പാറക്കുണ്ടിലെ വെള്ളം അതിനെക്കൊണ്ട് നല്ല തണുപ്പുണ്ടാവുമല്ലോ. അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അത് ആ സൈഡിൽ നിന്നൊക്കെ. നമുക്ക് പോവാം. തുണി ഞാൻ ഇവിടെ നിലത്തെടുത്തിട്ടതാ. കുണ്ടിൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോവാ കേട്ടോ. ഇതിൽ തന്നെ പോകണം. ഇതുണ്ടോ, അതൊക്കെ ഈ കുണ്ടിന്ന് പോയ ഉറവ് വെള്ളം അങ്ങ് അറ്റം വരെയുണ്ട്. നമ്മൾ വന്ന വഴിയാണിത്. ടാപ്പിങ്ങിൻ്റെ സ്ഥലം. എന്നാൽ ഇതിൻ്റെ പേരിനോട് മറന്നുപോയി. ഷീറ്റ് അടിക്കുന്ന സ്ഥലം. ഒന്ന് ഷീറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇത് ഒരുപാട് വർഷങ്ങൾ മുന്നുള്ള കുണ്ടാണ്. കുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, പാറക്കുണ്ട്. അപ്പം നമ്മളെ കുടിവെള്ള സ്രോതസ് ഇവിടെയാട്ടോ. നമ്മളിവിടുന്നാണ് കുറേ കുടുംബങ്ങൾ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകല്. ജലനിധിൻ്റെ വെള്ളം കിട്ടുന്നതിന് മുന്നേ. ഇപ്പം ഇടയ്ക്ക് വെള്ളം വറ്റുമ്പോൾ ഇവിടെ വന്ന് എടുക്കലുണ്ട് കേട്ടോ. പൈപ്പിൽ വെള്ളം ഇല്ലാത്തപ്പോൾ. പിന്നെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പിന്നെ ലിങ്ക് ഞാൻ എൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും കാണണേ. കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം ലൈക്കായിട്ട് തരിക. അപ്പോൾ നമ്മൾ മര്യാദക്ക് ഇട്ട് സംരക്ഷിച്ച് പോരുന്ന കുണ്ടാണ്. ഈ ഒരു പാളയും കയറെടുത്ത് നമ്മൾ വെള്ളം മുക്കുക. ഞാൻ അത് അലക്കാൻ വേണ്ടി തുണിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. സോപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അച്ഛൻ സോപ്പ് കൊണ്ടുവരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു. നല്ല സൺസെറ്റ് കാണാ. പിന്നെ ഒരുപാട് ഓർമ്മകൾ പറയാനുള്ളൊരു കുണ്ടാണിത്. ഒരുപാട് പേര് ഇവിടെ വന്ന തുണി അലക്കലും കുളിക്കലും ഒക്കെ ഉണ്ട്. ഞാനൊക്കെ ജനിച്ച കാലം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് അവരെന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അലക്കി കുളിക്കും. എന്നെ അവിടെ കുളിപ്പിച്ചിട്ട് ആ പാറേൻ്റെ മുകളിൽ ഇരുത്തും. എന്നിട്ട് അമ്മ അലക്കി കഴിഞ്ഞിട്ട് എന്നെയൊക്കെ തെച്ചിട്ട് അമ്മ വീട്ടിലേക്ക് പോകും പാനിയും വെള്ളമായിട്ട്. കൊണ്ടുവന്ന് വെള്ളം കോരുന്നു. അച്ഛനും പാച്ചു അതാ വരുന്നു. ഹായ് പാച്ചു. ഞാൻ അമ്മി. പാച്ചു ഹായ് പറഞ്ഞില്ല. പാച്ചു ഹായ്. ഹായ് പാച്ചു. സോപ്പും കൊണ്ടുപോയി. തുണിയൊക്കെ അലക്കി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുക. ഈ തോത്താറാമിനെയും കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. അച്ഛനും അമ്മയൊക്കെ ഡ്രസ്സൊക്കെ എടുത്തങ്ങ് വന്നോളൂ പറഞ്ഞേ. നമ്മൾ പോവാ. നമുക്ക് കുറേ വിറകും കൊള്ളി കിട്ടി. തോത്താറാമിൻ്റെ കയ്യിലുണ്ട്. വാ പോവാ. അവൻ്റെ കയ്യിലുള്ളത് കൊള്ളിയുണ്ടോ. ഇതൊക്കെയാണ് വൈകുന്നേരത്തെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.